ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ഓണപരീക്ഷയുടെ ഒരു മാതൃക ചോദ്യപേപ്പറാണ് കേട്ടോ. അപ്പോൾ ആദ്യം പരീക്ഷ തുടങ്ങുന്നതിന് മുന്നായിട്ട് അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് സമാശ്വാസ സമയമായിരിക്കും. അതായത് കൂൾ ഓഫ് ടൈം. നിങ്ങൾക്ക് ചോദ്യങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും ഉത്തരങ്ങൾ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, ആദ്യം അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഏതാണ് എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സമയമാണ് ആദ്യത്തെ 15 മിനിറ്റ്. പിന്നെ 6 ചോദ്യങ്ങൾക്ക് എന്തായാലും ഉത്തരം എഴുതണം. ചോദ്യങ്ങളിലുള്ള ഉപചോദ്യങ്ങൾക്കും, അതായത് ABC എന്നിട്ട് ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. 5, 6 എന്നീ 2 ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, അതായത് അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എക്കോ ബിക്കോ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതിയാവും. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കുട്ടികളിലേക്ക് കൂടെ ഒന്ന് അയച്ചു കൊടുക്കണേ. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1, ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. നമുക്കവിടെ ആദിമ മനുഷ്യരുമായി ബന്ധപ്പെട്ട 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് കണ്ടോ, പ്രാചീന ശിലായുഗത്തിലെ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ആ കാലത്തെ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചു. പിന്നെ നമുക്ക് മധ്യശിലായുഗത്തിന്റെയും നവീന ശിലായുഗത്തിന്റെയും ഓരോ പ്രത്യേകതകൾ ചിത്രങ്ങളായി തന്നിട്ടുണ്ട്. ചോദ്യം എ, ശിലായുഗവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഡയഗ്രം പൂർത്തിയാക്കുക. ആദ്യം നമുക്ക് പ്രാചീന ശിലായുഗം, അതിന്റെ പ്രത്യേകത എന്താണ്? പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചു. ഇനി നവീന ശിലായുഗത്തിന്റെയും മധ്യശിലായുഗത്തിന്റെയും പ്രത്യേകതകൾ എഴുതണം. ഇതിൽ 2 എന്നിട്ടിരിക്കുന്നത് നവീന ശിലായുഗമാണ്. നവീന ശിലായുഗത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? സമൂഹമായി ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ 3 എന്ന് എഴുതിയിരിക്കുന്നത് മധ്യശിലായുഗമാണ്. കാലികളെ ഇണക്കി വളർത്താൻ തുടങ്ങിയത് മധ്യശിലായുഗത്തിലാണ്. ഇനി ബി, കൃഷിയുടെ ആരംഭം മനുഷ്യ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി. സമർത്ഥിക്കുക. കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലായിരുന്നു. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വന്നു. കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം ഉറപ്പിച്ചു. അതിനായി അവർ പല വാസസ്ഥലങ്ങളും നിർമ്മിച്ചു. ജനങ്ങൾ തമ്മിൽ ഇടപഴകുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഈ സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു. ചോദ്യം 2, പ്രവർത്തനം 2, അതിൽ എ ക്വസ്റ്റ്യൻ, ഹോമോ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യവർഗങ്ങളുടെ സവിശേഷതകളാണ് തന്നിട്ടുള്ളത്. മനുഷ്യവർഗത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് പേര് നൽകുക. അതിൽ ഒന്നാമത്തെ സവിശേഷത ബുദ്ധിയുള്ള മനുഷ്യർ, അത് ഹോമോ സാപ്പിയൻസ് ആണ്, അതായത് ഇന്ന് കാണുന്ന മനുഷ്യരായിട്ടുള്ളവർ ഹോമോ സാപ്പിയൻസ്. രണ്ടാമത്തേത് ഉപകരണ നിർമ്മാതാക്കൾ, ഹോമോ ഹാബിലിസ് ആണ്. നിവർന്നു നിൽക്കാൻ കഴിയുന്ന മനുഷ്യർ ഹോമോ ഇറക്റ്റസ് ആയിരുന്നു. ചോദ്യം ബി, മനുഷ്യപരിണാമവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയം കണ്ടെത്തി എഴുതുക. എ, സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യപരിണാമം ആരംഭിക്കുന്നത്. അത് ശരിയാണ് അല്ലേ? ഹോമിനോയിഡുകളിൽ നിന്ന് പരിണമിച്ചാണ് ഹോമിനോയിഡുകൾ രൂപപ്പെട്ടത്. തെറ്റാണ്. ഹോമിനോയിഡുകളിൽ നിന്ന് പരിണമിച്ചാണ് ഹോമിനിഡുകൾ ഉണ്ടായിട്ടുള്ളത്. ചോദ്യം സി, ഓപ്ഷൻ സി, ഹോമോയുടെ ഉപവിഭാഗമാണ് ആസ്ട്രോലോപിറ്റക്കസ്. തെറ്റാണ്. ഹോമോയ്ക്ക് 3 ഉപവിഭാഗങ്ങളാണുള്ളത്: ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. ഡി, ആധുനിക മനുഷ്യന്റെ വർഗമാണ് ഹോമോ ഹാബിലിസ്. തെറ്റാണ്. ആധുനിക മനുഷ്യന്റെ വർഗം ഏതാണ്? ഹോമോ സാപ്പിയൻസ് ആണ്. ഇതിൽ തന്നെയുള്ള ചോദ്യം സി, മനുഷ്യപരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിൻ ഏത് ഗ്രന്ഥത്തിലാണ് അവതരിപ്പിച്ചത്? ദി പവർ ഓഫ് മൂവ്മെന്റ് ഇൻ പ്ലാന്റ്സ്, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്, ദ ലൈഫ് ഓൺ ദ എർത്ത്, ഒറിജിൻ ഓഫ് ലൈഫ്. ഇപ്പം എന്താണ്? ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ആണല്ലേ. പ്രവർത്തനം 3, ചോദ്യം എ, അനുയോജ്യമായവ കണ്ടെത്തി യോജിപ്പിച്ച് എഴുതുക. ഒരു രാജ്യത്തിന്റെ കര, ജല, വായു, തീരദേശ മേഖലകൾ രാഷ്ട്ര രൂപീകരണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. അത് ഭൂപ്രദേശത്തിന്റെ പ്രത്യേകതയാണ്. ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവൺമെന്റ്. പരസ്പരാശ്രയത്വം, പൊതു താൽപര്യം, പൊതുബോധം എന്നിവയാൽ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ജനങ്ങൾ ജനസംഖ്യയുടെ പ്രത്യേകതയാണ്. ചോദ്യം ബി, തന്നിരിക്കുന്നവയിൽ ഗവൺമെന്റിന്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? രാഷ്ട്രത്തിന്റെ ഘടകമാണ്. ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു സ്ഥിരം സ്ഥാപനമാണ്. പരമാധികാരം വിനിയോഗിക്കുന്നത് ഈ ഏജൻസിയിലൂടെയാണ്. ഇതിൽ ഒരു സ്ഥിരം സ്ഥാപനമാണ് എന്നതാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഒരു സ്ഥിരം സ്ഥാപനമല്ല, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. പ്രവർത്തനം 4, തലക്കെട്ടുകളെ അനുയോജ്യമായ ബോക്സിൽ എഴുതുക. നമുക്ക് തന്നിരിക്കുന്ന തലക്കെട്ടുകൾ നോക്കൂ. ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസാക്കി. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിരോധനം നടപ്പാക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. കോടതി വിധികൾ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല.
ഇത് ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളായിട്ടുള്ള നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇതിൽ ഏതിൽ ഉൾപ്പെടുന്നു എന്നാണ് എഴുതേണ്ടത്. ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസാക്കി എന്നുള്ളത് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിരോധനം നടപ്പാക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയത് കാര്യനിർവഹണ വിഭാഗമാണ്. കോടതി വിധികൾ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല, നീതിന്യായ വിഭാഗമാണ്. ചോദ്യം ബി, ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു ഘടകത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. ഗവൺമെന്റിന് ഈ 3 ഘടകങ്ങളാണുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞ നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് കുറിപ്പെഴുതിയാൽ മതി. പക്ഷേ മക്കൾ 3ഉം പഠിച്ചു പോവണേ. ഒന്നാമത്തേത് നിയമനിർമ്മാണ വിഭാഗം. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക, നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിന്റെ പ്രധാന ചുമതലകൾ. രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട്. കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും ഈ വിഭാഗമാണ്. നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതും നീതിന്യായ വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു. ഈ പ്രക്രിയകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. പ്രവർത്തനം 5-ൽ എ, അതായത് ഇത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അഞ്ചാമത്തതിൽ എ വരുന്നത്. അതിൽ എ, ചിത്രം നിരീക്ഷിച്ച് ആശയപടം പൂർത്തിയാക്കൂ. നമുക്കവിടെ ഓരോ ഡിഗ്രികളുടെയും അതുപോലെ തന്നെ ഇതാണ് തന്നിട്ടുള്ളത്. ആർട്ടിക് വൃത്തം, ഉത്തരധ്രുവം, അന്റാർട്ടിക് വൃത്തം, ദക്ഷിണായന രേഖ, ഉത്തരായന രേഖ, ഭൂമധ്യരേഖ. ഇതിൽ ഓരോന്നും ഏത് ഡിഗ്രിയിൽ കിടക്കുന്നു എന്നാണ് ചോദ്യം. ഇതിൽ ഒന്നാമത്തേത് നോക്കൂ, ഭൂമധ്യരേഖ 0 ഡിഗ്രിയിലാണ്. 2 ആർട്ടിക് വൃത്തം 66 ഡിഗ്രി വടക്കാണ്. ഉത്തരധ്രുവം 90 ഡിഗ്രി വടക്ക്. അന്റാർട്ടിക് വൃത്തം 22 ഡിഗ്രി തെക്ക്. പിന്നെ ദക്ഷിണായന രേഖ 66 ഡിഗ്രി തെക്ക്. ഉത്തരായന രേഖ 23 ഡിഗ്രി വടക്ക്. ചോദ്യം ബി, നൽകിയിരിക്കുന്നവയിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ മാത്രം ഉൾപ്പെട്ട ഭൂഖണ്ഡം കണ്ടെത്തി എഴുതുക. ഓസ്ട്രേലിയ, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ. ഇതിൽ ഓസ്ട്രേലിയയാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ മാത്രം ഉൾപ്പെടുന്ന ഭൂഖണ്ഡം. 5-ൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ എ, ഗ്ലോബുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള ആശയങ്ങളെ ക്രമപ്പെടുത്തി എഴുതുക. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ രേഖാംശ രേഖകളാണ്. ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശം ദക്ഷിണ ധ്രുവമാണ്. 180 ഡിഗ്രിയിലൂടെ കടന്നുപോകുന്ന പ്രധാന രേഖാംശ രേഖ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ്. അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലികയ്ക്ക് പറയുന്ന പേര് ഗ്രാറ്റിക്യൂൾ എന്നാണ്. ചോദ്യം ബി, നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലുപ്പം കൂടി വരുന്നു. അത് തെറ്റാണ്, കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഭൂമധ്യരേഖയ്ക്ക് തെക്കുള്ള അക്ഷാംശങ്ങൾ ഉത്തര അക്ഷാംശങ്ങൾ എന്ന് വിളിക്കുന്നു. തെറ്റാണ്, ദക്ഷിണ അക്ഷാംശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. രേഖാംശ രേഖകളെല്ലാം ഒരേ വലിപ്പത്തിലുള്ളവയല്ല. ആ പ്രസ്താവന ശരിയാണ്. 1 ഡിഗ്രി ഇടവിട്ട് ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരച്ചാൽ 360 രേഖാംശ രേഖകൾ വരയ്ക്കാൻ കഴിയും. അതും ശരിയാണ്. ചോദ്യം 6-ൽ എ ക്വസ്റ്റ്യൻ, ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീസിലെ ഏതൻസിലാണ്. ചോദ്യം എ, അന്നത്തെ ജനാധിപത്യത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിലാണ്. ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏതൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തമുണ്ടായിരുന്നു. സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ തുടങ്ങിയവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. പെരിക്ലിസിന്റെ കാലത്താണ് ഏതൻസിൽ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത്. ഏതൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതി, ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം, ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും തുടങ്ങിയവ ഏതൻസിന്റെ മറ്റു സവിശേഷതകളാണ്. ചോദ്യം ബി, ഏതൻസിലെ രാഷ്ട്രീയ സഭ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ഗ്രാമപരിഷത്ത്, അസംബ്ലി, കൗൺസിൽ, പാർലമെന്റ്. അസംബ്ലി എന്നായിരുന്നു അല്ലേ? ചോദ്യം സി, ഒരു പൊതുഭരണ സംവിധാനത്തിന് കീഴിൽ ഗ്രീസിനെ കൊണ്ടുവരാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണമെന്ത്? പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിനിവാസ കേന്ദ്രങ്ങൾ. കൃഷിയും കച്ചവടവും വികസിച്ചതോടെ പൊതുനഗരങ്ങൾ രൂപം കൊണ്ടു. കാലക്രമേണ ഒരു നഗരവും ചുറ്റുമുള്ള കുറേ ഗ്രാമങ്ങളും കൂടിച്ചേർന്ന് നഗരരാഷ്ട്രങ്ങളായി മാറി. ഈ നഗരരാഷ്ട്രങ്ങൾ പോളിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കടലുകളോ ഉയർന്ന പർവ്വതങ്ങളോ ഈ നഗരരാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നു. അതിനാൽ ഓരോ നഗരരാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കാരണത്താൽ ഒരു പൊതുഭരണ സംവിധാനത്തിന് കീഴിൽ പുരാതന ഗ്രീസിനെ കൊണ്ടുവരാൻ പ്രയാസമായി വന്നു.
ഇതിലുള്ള ബി ചോദ്യം, അഗസ്റ്റസിന്റെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും റോമാ സാമ്രാജ്യമായി മാറിയത്. റോമാ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൽ രാജാവിന് പകരം കൗൺസിൽ എന്നറിയപ്പെട്ടിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരുന്നു ഭരണ ചുമതല. BCE 1-ാം നൂറ്റാണ്ടിൽ റോമൻ റിപ്പബ്ലിക്കിന്റെ കൗൺസിൽ പദവി വഹിച്ചിരുന്ന ജൂലിയസ് സീസർ റിപ്പബ്ലിക്കൻ ഭരണരീതി അവസാനിപ്പിച്ച് ഏകാധിപതിയായി അധികാരം കൈയടക്കി. പിന്നീട് അഗസ്റ്റസിന്റെ കാലത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും റോമൻ സാമ്രാജ്യമായി മാറിയത്. ഇതോടെ ചക്രവർത്തി പരമോന്നത അധികാരിയായി മാറി. യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. റോമൻ ചക്രവർത്തിമാർ പ്രിൻസെപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടു. പ്രിൻസെപ്പ് തലവനായിരുന്ന ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്നറിയപ്പെട്ടിരുന്നു. അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം സ്ഥാപിച്ചത്. വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായൊരു സൈന്യവും റോമൻ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് സാമൂഹ്യശാസ്ത്രത്തിന്റെ ഈ ചോദ്യ പേപ്പറിൽ ചെയ്യാനായിട്ടുള്ളത്. ചോദ്യങ്ങളും അതിൽ ചെയ്തിട്ടുള്ള എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നിങ്ങളുടെ മറ്റ് വിഷയങ്ങളുടെ ചോദ്യ പേപ്പറുകൾ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്